PCCക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേരള പോലീസിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള തുണയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിലൂടെയാണ് നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സർവീസസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കംപ്ലൈന്റ്, സർട്ടിഫിക്കറ്റ് ഓൺ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ്, FIR ഡൗൺലോഡ്, ലോസ്റ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് PCC ആണ്. PCCയുടെ മറ്റൊരു പേരാണ് നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ്. അതിനു മുന്നേ ഇവിടെ പ്രൊഫൈൽ ഉണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്യാൻ. ഓൾറെഡി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈ പ്രൊഫൈൽ എടുക്കാം. മൈ പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോ ആഡ് ആക്കാനുണ്ട്. പിന്നെ നെയിം കൊടുക്കാനും, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, റിലേറ്റീവിൻ്റെ ആരുടെങ്കിലും പേര്, അവരായിട്ടുള്ള റിലേഷൻ, പിന്നെ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ആധാറോ വോട്ടർ കാർഡോ എന്തെങ്കിലും ഇവിടെ കൊടുക്കണം. അതിൻ്റെ ID നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഹോമിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഞാനിവിടെ നിലവിൽ ഒന്നിനും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. മുന്നേ അപ്ലൈ ചെയ്തവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ന്യൂ റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ എംപ്ലോയ്മെന്റ് കാര്യങ്ങൾക്കൊന്നും ഈ ഒരു PCC വഴിയല്ല ചെയ്യുക. അതൊക്കെ ത്രൂ പാസ്പോർട്ട് ഓഫീസ് മുഖേനയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണിത്. അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ള കാര്യം കൊടുക്കാം. ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ 4 സ്റ്റേജ് വഴിയാണ് നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് അപ്ലിക്കൻസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി നമ്മുടെ പേരും മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ഫസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ആധാർ കാർഡിന്റെ നമ്മുടെ ഒരു ID പ്രൂഫിന്റെ നെയിമും നമ്പറും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ പ്രൂഫ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അതുപോലെ പ്രൂഫ് ഓഫ് അഡ്രസ് ഇൻ കേരള, അവിടെ നമ്മൾ നമ്മുടെ പ്രൂഫ് അറ്റാച്ച് ചെയ്യുക. പിന്നെ വരുന്നത് അതോറൈസേഷനും അഫിഡേറ്റീവും ആണ്. അതിവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. അതിനുശേഷം വരുന്നത് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർമഡ് ഫോഴ്സസ്, ഇന്റേൺഷിപ്പ്, എംപ്ലോയ്മെന്റ് അറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് തുടങ്ങിയിട്ടുള്ള അത് ഇവിടെ കൊടുക്കാം. ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നേരത്തെ പ്രൂഫുകളും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ നമ്മൾ പ്രിവ്യൂ കാണാൻ പറ്റും. പ്രിവ്യൂവിൽ നമ്മൾ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിലും ഡീറ്റെയിൽസ് ആണ് ഈ പ്രിവ്യൂവിൽ കാണാൻ പറ്റുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് ആണ്. ഒരു 600 രൂപ എന്തോ ആണ് പേയ്മെന്റ് വരുന്നത്. അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റഡ് ആയിരിക്കും. അത് കംപ്ലീറ്റ് കൊടുത്താൽ അതിനുശേഷം നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയതിനു ശേഷം ഇവിടെ ഈ സേവ്ഡ് റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത PCCക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണിക്കും. ഇനി അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ ഇവിടെ സബ്മിറ്റഡ് എന്ന് മാത്രമായിരിക്കും കാണാൻ പറ്റുക. നമുക്ക് അതിനനുസരിച്ച് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും. ഒരു 3 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലോ ഈ ഒരു PCCക്ക് അപ്ലൈ ചെയ്തത് ശരിയാവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് PCCക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.